കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം ഇന്നുള്ളത് പഴയങ്ങാടി സദ്ദാം റോഡിൽ നഫീസ ഹൗസിലാണ്. ഫോക്ലോർ അക്കാഡമിയുടെ മുൻ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദിൻ്റെ ഭവനത്തിലാണ് ഞങ്ങളുള്ളത്. 7.5 പതിറ്റാണ്ടിന് പഴക്കമുള്ള ഈ വീട്ടിൽ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദും കുടുംബവുമാണ് താമസിക്കുന്നത്. അരനൂറ്റാണ്ട് കാലത്തെ അധ്യാപന പരിചയം, 1.5 ലക്ഷത്തിലേറെ ശിഷ്യസമ്പത്ത്, മദ്യവിരുദ്ധ പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ, പ്രഭാഷകൻ തുടങ്ങി സമസ്ത മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിച്ച പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് എന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട മാമുമാഷിലൂടെ ഇന്ന് നമുക്ക് സഞ്ചരിക്കാം. പ്രൊഫസർ ബി മുഹമ്മദ്, താങ്കളുടെ ജനനം എവിടെയാണ്? പഴയങ്ങാടിയാണ്. ഇതേ വീട്ടിൽ തന്നെയാണ്? അല്ലല്ല, ഞാൻ പഴയങ്ങാടിയിൽ എഴുപുരത്തേക്ക് പോകുന്ന കയറ്റത്തിൻ്റെ അവിടെ. എന്താണ് വീട്ടുപേര്? ബിലാവിനകത്ത്. മാതാപിതാക്കളുടെ പേര്? മാതാപിതാക്കളുടെ പേര് ഉമ്മ കുഞ്ഞലിമ, ഉപ്പ ഖാദർ മാഷ്. അധ്യാപകനായിരുന്നു? അധ്യാപകനായിരുന്നു. ഏത് സ്കൂളിലായിരുന്നു അദ്ദേഹം? പഴയങ്ങാടി യു പി സ്കൂളിലുണ്ടായിരുന്നു, പുതിയങ്ങാടി യു പി സ്കൂളിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉമ്മ ഹൗസ് വൈഫായിരുന്നു? ഉമ്മ ഹൗസ് വൈഫായിരുന്നു. എത്ര സഹോദരങ്ങൾ ഉണ്ടായിരുന്നു? ഒരു സഹോദരൻ മാത്രമേ എനിക്കുള്ളൂ, അത് അമീർ എന്ന പേര്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഇപ്പോൾ മഞ്ചേശ്വരത്താണ്. എന്താണ് ചെയ്യുന്നത്? മഞ്ചേശ്വരത്ത് ദുബായിൽ പോയി തിരിച്ചു വന്നാണ്. പ്രവാസിയായിട്ട് തിരിച്ചു വന്നു. ഗൃഹഭരണം അവിടെ കൂടുന്നു. അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് 2 മക്കളാണ്? എന്റെ പെങ്ങന്മാര് 3 പേരുണ്ട്. അവരൊക്കെ എവിടെയാണ്? 2 പേര് കോഴിക്കോട്ടാണ്. എന്തൊക്കെയാണ്? ഒരാളുടെ പേര് സയ്യിദാണ്. രണ്ടാമത്തെ ആള്? മറ്റൊരാളുടെ പേര് പിന്നെ താഹിറാണ്. പിന്നെ മൂന്നാമത്തെ സക്കിയ. അപ്പൊ മൊത്തം 5 മക്കൾ. നിങ്ങൾ എത്രാമത്തെ? മൂത്ത ആളാണോ? ഞാൻ മൂത്ത മോന്. എൻ്റെ മൂത്തതായിട്ട് ഒരു സ്ത്രീ ഉണ്ട്, അത് സയ്യിദ. അപ്പൊ നിങ്ങൾ മൊത്തം 5 പേര്, മാതാപിതാക്കളും അടങ്ങുന്ന 7 കുടുംബമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? പഴയങ്ങാടി മാപ്പിള സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഹൈസ്കൂൾ, പിന്നെ പഴയങ്ങാടി മാടായി ഗവൺമെൻറ് ഹൈസ്കൂൾ. അത് കഴിഞ്ഞിട്ട് പഠനം 3 കോളേജിൽ പഠിച്ചു. ഒന്ന് ക്രിസ്ത്യൻ കോളേജ്. എവിടെ? കോഴിക്കോട്. പിന്നെ കോഴിക്കോട് ദേവഗിരി കോളേജ് പഠിച്ചു. പിന്നെ ബ്രണ്ണൻ കോളേജ് പഠിച്ചു. അതെങ്ങനെ ഈ 3 സ്ഥലത്ത് പഠനം വന്നത്? ആദ്യം പ്രീ യൂണിവേഴ്സിറ്റി ആയിരുന്നു. പ്രീ ഡിഗ്രി അല്ല? പ്രീ യൂണിവേഴ്സിറ്റി. അത് ക്രിസ്ത്യൻ കോളേജായിരുന്നു. ആദ്യം അവിടെ ചേർന്നു. പിന്നെ ഞാൻ പഠിച്ചത് ദേവഗിരി കോളേജ്. അത് PG ആണോ? ഡിഗ്രി മാത്തമാറ്റിക്സ് ആയിരുന്നു. പിന്നെ ബ്രണ്ണൻ കോളേജിൽ വന്ന് അവിടുന്ന് മലയാളം MA. ഡിഗ്രി മാത്തമാറ്റിക്സ് ആയിരുന്നു. അപ്പൊ കണക്കിന്റെ ലോകത്തുനിന്ന് മാറി പിന്നെ മലയാളത്തിന്റെ ലോകത്തേക്ക് വന്നു. അപ്പൊ ബ്രണ്ണനിൽ വെച്ചാണോ താങ്കളുടെ ഈ എപ്പോഴാണ് ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് താങ്കൾ കടന്നു വരുന്നത്? ഞാൻ ഒരു ചെറുപ്പത്തിൽ തുടങ്ങിയിരുന്നു. ഒരു SSC പ്രായം ആയപ്പോൾ തന്നെ കേട്ടാ, ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ അന്ന് KSU ഉണ്ടായിരുന്നു കേട്ടാ. ലീഡർഷിപ്പിലുണ്ടായിരുന്നത് അന്ന്. പിന്നെ ഞാനും കടന്നപ്പള്ളി രാമേന്ദ്രൻ ഒന്നിച്ചു പഠിച്ചത്. ഈ പഴയങ്ങാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ. ഏത് ക്ലാസ്സിലാണ്? ക്ലാസ്സിൽ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒന്നിച്ചായിരുന്നു. ഒരേ ക്ലാസ്സിലായിരുന്നു. SSC സമയത്ത് ഒരേ ക്ലാസ്സിലായി. കടന്നപ്പള്ളി നിങ്ങളും KSU-കാരനായിട്ടാണോ തുടങ്ങുന്നത്? അതെ, രണ്ടുപേരും KSU. അന്ന് പ്രസിഡന്റ് KSU പ്രസിഡന്റ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ KSU പ്രസിഡന്റായി തുടങ്ങുന്നു. സ്കൂൾ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ? സ്കൂളിൽ ഭാരവാഹിത്വം എന്ന് പറഞ്ഞാൽ അന്ന് ഇലക്ഷൻ പിന്നെ ക്ലാസ് പ്രാതിനിധ്യത്തിലാണ് കേട്ടാ. എല്ലാവർക്കും വോട്ടവകാശം ഇല്ല. ക്ലാസ് ലീഡേഴ്സിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? ഞാൻ ഒരു ക്ലാസ്സിന്റെ ലീഡറായിരുന്നു. ഏത് ക്ലാസ് ആയിരുന്നു അത്? അവിടെ സ്കൂളിലെ B ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്ന് ഒരാളെയല്ല 5 പ്രതിനിധികളുടെ വീതം തെരഞ്ഞെടുക്കും. അപ്പോൾ ഈ കടന്നപ്പള്ളി നിങ്ങളും 10ാം ക്ലാസ് വരെ കാലഘട്ടത്തിലെ ഓർമ്മകൾ എങ്ങനെയാണ്? കടന്നപ്പള്ളി ആയിട്ടുള്ള ഒരു ബന്ധവും അദ്ദേഹത്തിന്റെ രീതികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ കടന്നപ്പള്ളി സൗമ്യമായി പെരുമാറും.
എല്ലാവരും കുരുത്തക്കേട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും? കുട്ടികൾക്ക് ഇല്ല, കുരുത്തക്കേട് ഇല്ലാതെ പോയതാണ് ഗാന്ധിസത്തിലേക്ക് പോകാനുള്ള കാരണം കാരണം. അത് വരുന്നത് അതാണ്. എന്നാൽ ആ കാലഘട്ടത്തിലെ ഒരു ഓർമ്മകൾ, കടന്നപ്പള്ളിയായിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഒരു ഓർമ്മകൾ. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നന്നായി പാടും. കടന്നപ്പള്ളി നന്നായി പാടും. ചിലപ്പം ചിത്രവും വരക്കും. ക്ലാസ്സിലെല്ലാം വന്നിട്ട് നന്നായി പാടാറുണ്ടായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് കേട്ടാ, അന്ന് ജയിക്കുന്നത് ചെറിയ വോട്ടിനാണ്, 2 വോട്ടിനാവട്ടെ ജയിക്കും. എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എതിർ പാർട്ടി മറ്റേ അന്ന് SFI ആയിരുന്നു. SFI എന്നുള്ള പേരിലുണ്ടോന്ന് അറിയില്ല, KSF ആണെന്നാണ് സംശയം ആ സമയത്ത്. നിങ്ങൾ രണ്ടുപേരും KSUവിന്റെ മുന്നണി പോരാളികൾ. എതിരാളികൾ അതന്നെ അന്നുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അനന്തൻ നമ്പ്യാരുണ്ടായിരുന്നു, പിന്നെ എൻ്റെ തന്നെ ഇപ്പോൾ ആത്മസുഹൃത്തായി തീർന്ന PP ദാമോദരൻ. അദ്ദേഹമായിരുന്നു അവരെ നന്നായി നയിച്ചത്. കാരണം നന്നായി സംസാരിക്കും. KSUവിലേക്ക് നിങ്ങൾ ആകർഷിച്ച ഘടകം എന്തായിരുന്നു? ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശം മിക്കവാറും പിന്നെ ഒരു മതേതര സെക്കുലർ സ്ഥലമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്ന സ്ഥലമില്ലേ, ഇവിടെ എല്ലാം ഈ മുസ്ലിം വിഭാഗത്തിൽ പെട്ടവരും കോൺഗ്രസ്സുകാരായിരുന്നു ഒരു പഴയ കാലമുണ്ട്. അന്ന് നമുക്ക് ആദരണീയ വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയ ആദരണീയ വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ PP ഉമ്മർ കോയെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ PP ഉമ്മർ കോയനെ പോലുള്ളതായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പിതാക്കാനും. പാമ്പൻ മാധവൻ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ വളരെ പ്രസിദ്ധനായ ഒരു മഹാപണ്ഡിതനുണ്ട്. അദ്ദേഹമാണ് നമുക്ക് വന്നിട്ട് ക്ലാസ്സെല്ലാം ഒന്ന് എടുക്കല്. അന്ന് MA ജോണിൻ്റെ ഉള്ള കാലമാണ്. MA ജോൺ, വയലാർ രവി ഇവരെല്ലാം ഉള്ള കാലമാണ്. അപ്പോൾ ആ ഒരു ആകർഷണം എനിക്ക് ആദ്യം മുതൽ ജന്മം മുതൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ സെക്യുലറിസ്റ്റാണ് ആ കാലഘട്ടം മുതൽ. ഈ 10ാം ക്ലാസ്സിന് ശേഷം പിന്നെ പ്രീ ഡിഗ്രി അങ്ങോട്ട് ക്രിസ്ത്യൻ കോളേജിലേക്ക് പോകുന്നു. മെറിറ്റിൽ തന്നെ അവിടെ അഡ്മിഷൻ കിട്ടുന്നു. 10ാം ക്ലാസ്സിലൊക്കെ മാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അന്ന കാലഘട്ടത്തിൽ? നിങ്ങളുടെയൊക്കെ മാർക്ക് അന്ന് 600-ലല്ലേ? 600 എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. നല്ല മാർക്ക്. അങ്ങനെ ദേവഗിരിയിൽ അന്ന് എനിക്ക് മാത്തമാറ്റിക്സ് 100 മാർക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് മാത്തമാറ്റിക്സ് ആണ് എടുത്തത്. അപ്പോൾ മാത്തമാറ്റിക്സ് എടുത്തപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഞാനിങ്ങനെ സാമൂഹ്യ രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ട് കുറേ കൂടി ഭാഷയോട് നല്ല താല്പര്യമുണ്ട്. മലയാളം പഠിക്കുന്നത് കുറേ കൂടി ഗുണം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അത് സത്യമായിരുന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജിന് ശേഷം നേരെ ദേവഗിരിയിലേക്ക്, ദേവഗിരിയിൽ നിന്ന് പിന്നെ ബ്രണ്ണൻ കോളേജിൽ വന്ന് മലയാളം. എപ്പോഴാണ് ഈ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നത്? എഴുത്തിന്റെ ലോകത്തേക്ക് തുടങ്ങിയത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇപ്പം വെങ്ങരയിലൊരു കസ്തൂർബ പിന്നെ ലൈബ്രറി ഉണ്ട്, അവിടെ പോയിട്ട് പുസ്തകങ്ങൾ എടുത്തിട്ട് വായിക്കും. അപ്പോൾ അവർ ഒരു പിന്നെ വായനാദിനത്തിന് പുസ്തക മത്സരം വെച്ചപ്പോൾ എനിക്ക് ഒന്നാമനായിട്ട് കിട്ടി. ഞാൻ ആദ്യമായിട്ട് ഒരു പുറം ലോകത്തിന് വേണ്ടി ഒരു ലേഖനം എഴുതുന്ന പറയുന്നത് ക്രിസ്ത്യൻ കോളേജ് പഠിക്കുമ്പോൾ. എന്തായിരുന്നു ഒരു വിഷയം? അന്ന് ടിപ്പു സുൽത്താനെ പറ്റിയാണ് ലേഖനം. എന്താണ് ടിപ്പുവിനോട് അങ്ങനെ പ്രത്യേകം താല്പര്യം? ടിപ്പുവിനോട് തന്നെ താല്പര്യമല്ല, അതേസമയത്ത് ടിപ്പുവിൻ്റെ ദേശാഭിമാനത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു ബോധം. ആ ബോധത്തിൽ നിന്നാണ് ആദ്യമായിട്ട് അത് ഏതിലാണ് പ്രസിദ്ധീകരിച്ചത്? അത് പ്രസിദ്ധീകരിച്ച് അവിടുത്തെ കോളേജ് മാഗസിനിലാണ് ഫസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം പിന്നെ പത്രങ്ങളിലെ മാതൃഭൂമി, ദേശാഭിമാനി, അതേപോലെ തന്നെ മനോരമ, അങ്ങനെ തുടങ്ങിയ എല്ലാ പത്രങ്ങളിലും ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഗാന്ധിയൻ ആദർശങ്ങളോട് എപ്പോഴാണ് ഒരു അടുപ്പം തോന്നിയത്? ഗാന്ധിയൻ ആദർശങ്ങളോട് ആദ്യകാലത്ത് തന്നെ അടുപ്പമുണ്ട്. ആരാണ് അതിന് പ്രചോദനം നൽകിയ ആളാരാണ്? അതിന് പ്രചോദനം നൽകിയതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പിന്നെ സേട്ടു സാഹിബ് ഉണ്ടായിരുന്നു. ഇബ്രാഹിം സുലൈമാൻ സേട്ടു? അബ്ദുറഹിമാൻ അബ്ദുല്ല സേട്ടു. പഴയങ്ങാടിക്കാരനാണ്. കേട്ടോ. അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം മറ്റേ ഈ വിദേശ വസ്ത്രം കത്തിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരറിവായിരുന്നു. നേരിട്ട് കണ്ടതാണോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അറിവാണ്, അതിനു മുമ്പുണ്ടായ ഒരു അറിവാണ്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവുണ്ട്. ആ ആദരവെല്ലാം വന്നു. അതോടൊപ്പം തന്നെ ഗാന്ധിനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഗാന്ധിജിയോട് താല്പര്യം. അങ്ങനെയാണ് അത് ആദ്യം തന്നെ ഒരു വിശദീകരണം ആവശ്യമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഗാന്ധിയനല്ല, അല്ല കേട്ടാ. എനിക്ക് ഗാന്ധിയനാവാൻ കഴിയില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു ഗാന്ധിയനാണ്. പറഞ്ഞുതരാം. ഗാന്ധിയനാണ് എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്.
ചിലപ്പോൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഗാന്ധിയനാന്ന് പറഞ്ഞിരിക്കും. പക്ഷെ സത്യം നിങ്ങളോട് തുറന്നു പറയണം കേട്ടോ, ഞാനൊരു ഗാന്ധിയനല്ല. എന്തുകൊണ്ട് പറയാം, ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗാന്ധിജി പോലും ഗാന്ധിയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി പോലും ഞാൻ ഗാന്ധിയനാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല ചിലരും പറയുന്നുണ്ട് പിന്നെ ഈ ഗാന്ധിസം എന്ന് പറയുന്നത് കേട്ടാ ഒരു സിദ്ധാന്തമാണ്, ആശയമെന്നൊക്കെ പറയുന്നുണ്ട്. ഗാന്ധിസം അല്ല ആശയം. ഗാന്ധിസം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞുതരാം, അതാ പറയട്ടെ. ഗാന്ധിസം എന്ന് പറയുന്നത് ലോകത്തിലെ സർവ്വ നന്മകളും ഒന്നിച്ചു ചേർന്നതാണ് ഗാന്ധിസം. ആ സർവ്വ നന്മകളും ഗാന്ധിയിലില്ലേ? ഗാന്ധിയിലുണ്ട്. അപ്പൊ ഗാന്ധിസം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? അല്ല, ഗാന്ധി മാർഗം എന്ന് പറയാം നമുക്ക്. ഗാന്ധി മാർഗത്തിലാണ് അല്ല ആ പറഞ്ഞ അർത്ഥത്തിൽ നിങ്ങളോട് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ സത്യം, ദയ, പിന്നെ അഹിംസ തുടങ്ങിയ സർവ്വ നന്മയും ഒത്തുചേരുന്ന എന്തോ അതാണ് ഗാന്ധിയൻ സിദ്ധാന്തം. അല്ല, അത്തരത്തിൽ നിങ്ങൾ ഒരു ഗാന്ധിയനല്ല. ആണെങ്കിലും ഗാന്ധിയനല്ലാന്ന് ഞാൻ പറയുന്നുണ്ടെന്നറിയോ. ഗാന്ധിജീനും ജീവിച്ച ആ ജീവിതം ഇല്ലേ, ആ ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഗാന്ധിജി ജീവിച്ച കാലഘട്ടത്തില് ഒരു സാഹചര്യം ഇന്നുള്ളത് അല്ല. അപ്പൊ അതുപോലെ ജീവിക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ശ്രമം താങ്കൾ നടത്തുന്നില്ലേ? ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് പറയട്ടെ. ഇപ്പം ഗാന്ധിയനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഗാന്ധിജി പറഞ്ഞത് കേട്ടാ, ആരെങ്കിലും കേട്ടാ കതർ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ കേട്ടല്ലേ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് അവർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ കതർ കത്തിച്ചോളാം. അപ്പൊ അങ്ങനെ ഈ നാട്ടിൽ മുഴുവൻ ആളും കതർ കത്തിച്ച് കളയിട്ട് വരുമല്ലോ. അല്ല, അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ പറ്റി പറഞ്ഞത്. ഇന്നും നല്ല ആൾക്കാരുണ്ടാവുക, എത്ര ശതമാനം ഇല്ല, വളരെ അപൂർവമായിട്ട് ആൾക്കാരുണ്ടാവാം. അപൂർവമായിട്ട് ഏതെങ്കിലും ആൾക്കാരെ നമുക്ക് കണ്ടെന്ന് വരാം കേട്ടോ. ഞാൻ ഗാന്ധിയനല്ല എന്ന് പറയാൻ താങ്കളെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ? അല്ല, ഞാൻ കതർ ധരിക്കുന്നില്ല. കതർ ധരിക്കുന്നില്ല? ഞാൻ കതർ ധരിക്കുന്നില്ല. പക്ഷെ താങ്കൾ പലപ്പോഴും ഗാന്ധിയനായിട്ടാണ് എല്ലാവരും പറയുന്നത്. അതെ, അതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഗാന്ധിയൻ ആദർശങ്ങളും ആശയങ്ങളും പിന്നെ വിവരിക്കാന്നുള്ളത് എൻ്റെ ഒരു ജീവിത സാഫല്യം. അത് നമ്മൾ ചെയ്യും. ഗാന്ധിയൻ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ഈ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത്? അല്ല, ഗാന്ധിയൻ സിദ്ധാന്തത്തിലുള്ള വിശ്വാസമാണ് ഇതിലേക്ക് എല്ലാം വരാൻ കാര്യം. അതിന് സാധ്യതയുണ്ടായി. അപ്പൊ അതൊരു പ്രധാന ഘടകമല്ലേ? എന്താണ് മദ്യവിരുദ്ധ പോരാട്ടങ്ങളിൽ താങ്കൾ വഹിച്ച പങ്കുകൾ എന്തൊക്കെയാണ് ഓർമ്മയിൽ നിന്ന് പറയുന്നത്? ഞാൻ പിന്നെ കണ്ണൂർ ജില്ലയിലെ ഗാന്ധിയൻ മദ്യനിരോധ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എത്ര കാലം? എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 4-5 കൊല്ലം. പ്രൊഫസർ മന്മഥനൊക്കെയുള്ള കാലഘട്ടം. മന്മഥനുള്ള കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂരിൽ ഒരു എരുമത്തെരുവ് അറിയാം, നമ്മുടെ ചൊവ്വ കഴിഞ്ഞ പാട്. എരുമത്തെരുവിലെ സ്ത്രീകൾ അന്ന് ഈ അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ മദ്യം വിൽക്കുന്നതിനായിട്ട് ഒരു സമരം നടത്തും കേട്ടോ. ആ സമരം നടത്തുന്ന സമയത്ത് ഞാൻ ജില്ലാ മദ്യനിരോധന സമിതിയുടെ പ്രസിഡൻ്റാണ്. ആ സമരം വിജയിപ്പിക്കാൻ പറ്റി. അത് അത്ഭുതമാണ്. ഈ ഗാന്ധിയൻ സമരങ്ങളെല്ലാം ജയിക്കാവുന്ന സമരം അതിൻ്റെ ഇല്ല. സുഹൃത്തുമായി പറയുന്നുണ്ട്, ടീച്ചർ പറയുന്നുണ്ട് കേട്ടാ, തോറ്റ യുദ്ധത്തിലെ പടയാളിയാണ് ഞാൻ. അതാണ് മദ്യവിരുദ്ധ പ്രസ്ഥാനം. അതാണ് ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിലെ പടയാളിയാണ്. എപ്പോഴും തോറ്റുകൊണ്ടിരിക്കും. ഇപ്പോഴും വിജയം നേടാൻ പറ്റിയിട്ടില്ല. അത് അന്ന് വിജയിക്കാത്ത സമരത്തിന്റെ ആളുകളാണോ നിങ്ങളെല്ലാവരും? അല്ല, ഈ തോൽവി എന്ന് പറയുന്ന വിജയമാണ്. അതെങ്ങനെയാണ് തോൽവി എന്ന് പറയുന്നത്? ജനങ്ങളിൽ അതിനെക്കുറിച്ച് മദ്യത്തിന് എതിരായ ബോധം സൃഷ്ടിക്കാൻ സാധിച്ചാൽ അത് വിജയമാണ്. അത് വിജയമാണ് കേട്ടാ. എല്ലാ ആളുകളിലും ആത്മീയമായ വിജയമുണ്ട്, ആത്മീയമായ വിജയം. പല തോൽവികളും വിജയങ്ങളാണ് നമുക്ക്. ഇപ്പൊ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ അനേകം സമരങ്ങൾ തോറ്റിട്ടുണ്ട്. തോറ്റ സമരങ്ങളൊന്നും കേട്ടാ തോൽവിയായിരുന്നില്ല. അതിനെ തുറന്നു വരുന്ന ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ വൈക്കം സത്യാഗ്രഹം, മറ്റു സത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു ഘട്ടമെത്തിയപ്പം അവ എന്തായി? അവ ജയിച്ചു.
ഈ കോളേജ് അധ്യാപന കാലം ഉണ്ടല്ലോ, ആദ്യം അപ്പോയിൻമെന്റ് എവിടെയാണ് കിട്ടുന്നത്? പയ്യന്നൂർ കോളേജിൽ തന്നെയാണോ? എനിക്ക് ആദ്യം തന്നെ കിട്ടുന്നത് പയ്യന്നൂർ. അവിടെ തന്നെയാണോ സർവീസ് പൂർത്തിയാക്കിയത്? ഫുള്ള് എത്ര വർഷത്തെ സർവീസ്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കേരള സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായി. ഏത് ജോലി? ഞാൻ അവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ കേട്ടാ. ഓ, ഇന്ന് ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യേണ്ട ആളല്ലേ? കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് എന്തും കണക്ക് കൂട്ടാം. അല്ല, മുഖ്യമന്ത്രി ആയിട്ടുള്ള ആരാ ഉണ്ടായിരുന്നത്? അന്ന് മുഖ്യമന്ത്രി ആയിട്ട് ഉണ്ടായിരുന്നത് നമ്മൾ ഈ പിന്നെ അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോൻ ആണ്. അപ്പോൾ താങ്കൾ അങ്ങനെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലറിക്കൽ പോസ്റ്റ് ആയിരുന്നോ? പിന്നെ ഫസ്റ്റ് ഗ്രേഡ് ആയി. എത്ര വർഷം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു? 2 കൊല്ലം. എന്നിട്ട് അവിടുന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അന്നേരം തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, അവിടെ ആയിരുന്നെങ്കിൽ സെക്രട്ടറി ആവുമായിരുന്നല്ലോ കേട്ടാ. കാരണം ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്നാല് അത് വലിയ പോസ്റ്റാണ്, വലിയ സംവിധാനങ്ങളാണ്. കോളേജ് പ്രൊഫസറേക്കാൾ എത്രയോ ഉയർന്നതാണ് സെക്രട്ടേറിയറ്റിലെ ഒരു സെക്രട്ടറി വിചാരം. എന്നാൽ പലരും വിചാരം. താങ്കളുടെ വിചാരം എന്തായിരുന്നു? എന്റെ എന്നത്തെയും വിചാരം ഞാനൊരു അധ്യാപകനാകുന്നതായിരുന്നു നല്ലത്. അധ്യാപകൻ തന്നെ വിദ്യാർത്ഥിയാകുന്നു. അല്ല, ഒരു പ്രൊഫസറായി അധ്യാപകനായി വരണം എന്ന മോഹം താങ്കൾ എപ്പോഴാണ് ഉദിക്കുന്നത്? ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുമ്പോഴൊക്കെ ആ മോഹം ഉണ്ട്? അതിനു മുമ്പ് ഞാൻ ക്ലാസ് എടുത്തു. അതാണ് നിങ്ങളോട് പറയാൻ വിചാരിച്ചു. അതെന്ന് വെച്ചാൽ ഞാൻ ഏതാണ്ട് SLC പാസ്സായ ഉടനെ ഇവിടെ പഴയങ്ങാടിയിൽ ഒരു സക്സസ് കോളേജ് ഉണ്ടായിരുന്നു. അവിടെ അധ്യാപകനായി കേട്ടോ. എനിക്ക് 55 കൊല്ലത്തെ അധ്യാപക പാരമ്പര്യമുണ്ട്. നൂറ്റാണ്ടിലേറെ കാലം അധ്യാപകനായിരുന്നു. മിക്കവാറും 55,000-ലധികം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. 1,00,000-ലേറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കോളേജിൽ നിന്ന് മാത്രമല്ല പഠിപ്പിച്ചത്, ഈ മിക്കവാറും ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അതിലെല്ലാം ഞാൻ അധ്യാപകനായി കേട്ടോ. 1,00,000 ശിഷ്യസമ്പത്ത്, അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു. അതിന് കാരണം അന്ന് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു കോളേജുകളിൽ. അപ്പോൾ അവിടെ പഠിപ്പിക്കുമ്പം ഒരു ഇയറിൽ തന്നെ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് PDCക്ക് 100-600 കുട്ടികളുണ്ടാവും. സെക്കൻഡ് PDCക്ക് 10 തന്നെ കുട്ടികളുണ്ടാവും. അപ്പോൾ ആ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ കഴിയുന്നത് ഒരു വലിയ അവസരമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഏതാണ്ട് 55 കൊല്ലം എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു 18ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടാണ്. 10ാം ക്ലാസ് 15 വയസ്സിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 15 വയസ്സിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കഴിയുമ്പം ഡിഗ്രിക്ക് ഞാൻ ചേരുമ്പം പ്രീ ഡിഗ്രി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കുറേ കുട്ടികൾക്ക് പ്രീ ഡിഗ്രിക്ക് മാത്രമല്ല SLC കാര്യത്തിലും ക്ലാസ് എടുത്തു കേട്ടോ. SLC കാര്യത്തിലും ക്ലാസ് എടുത്തു. ഇപ്പോഴും ക്ലാസ് എടുക്കുന്നു. ഇപ്പോൾ എനിക്ക് 75 വയസ്സ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ 60 വർഷമായി. 6 പതിറ്റാണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയല്ലോ. ഈ പയ്യന്നൂർ കോളേജിലെ കാലഘട്ടം എത്ര വർഷമാണ് പയ്യന്നൂർ കോളേജിൽ ഉണ്ടായിരുന്നത്? പയ്യന്നൂർ കോളേജിൽ ഞാൻ ഉണ്ടായത് കൃത്യമായി പറഞ്ഞാൽ 27 വർഷം. അന്നുണ്ടായിരുന്ന കുട്ടികളൊക്കെ ഇന്ന് ഏതൊക്കെ മേഖലകളിലുണ്ട്? ഇന്ന് പല മേഖലകളിൽ. ഏതൊക്കെയാണ്? KC വേണുഗോപാലനാണ്, MK രാഘവൻ, ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് ഒക്കെ ശിഷ്യനാണ്, ആ കാലഘട്ടത്തിൽ ശിഷ്യനാണ്. പഠിപ്പിച്ചിട്ടുണ്ട് ഇവരെല്ലാം. പിന്നെ സതീശൻ പാച്ചേനി, TV രാജേഷ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലരെയും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ കേട്ടാ, ആ പയ്യന്നൂർ കോളേജിൻ്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയുന്നത് വളരെ സാധാരണ കുട്ടികൾ അവർ പോലും കേട്ടാ തങ്ങളുടെ ജീവിതം കേട്ടാ സ്വന്തം പ്രയത്നം കൊണ്ട് കെട്ടിപ്പടുത്തവരാണ്. ബ്രിട്ടാസിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്നൊക്കെ മാധ്യമ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു. രാജ്യസഭ അംഗമാണ്, പാർലമെന്റ് രാജ്യസഭയിലൊക്കെ നല്ല തീപ്പൊരി പ്രസംഗമാണ് അദ്ദേഹം. അന്നും നല്ല വിദ്യാർത്ഥിയായിരുന്നു, പഠിക്കാൻ വേണ്ടി. വേണു നല്ല വിദ്യാർത്ഥിയാണ്. KC വേണു നല്ല. ഇന്ന് കോൺഗ്രസിലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിക്കും ഒപ്പം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആളായി അദ്ദേഹം മാറി. KC വേണുഗോപാൽ മാറി. MK രാഘവൻ പാർലമെന്റേറിയൻ എന്ന നിലക്ക് മികച്ച പ്രകടനമാണ്. കോഴിക്കോട് അദ്ദേഹത്തെ ഏറ്റെടുത്തു. MK രാഘവൻ ഞാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞിരുന്നു. പക്ഷെ വളരെ അടുപ്പത്തിലായി കേട്ടോ, വളരെ അടുപ്പത്തിലായി. ബ്രിട്ടാസും അതുപോലെ തന്നെ വേണുവൊക്കെ നിങ്ങളെ ശിഷ്യന്മാർ എന്ന നിലക്ക് നല്ല ഇപ്പോഴും അവരൊക്കെയായിട്ടുള്ള സൗഹൃദം. അവരുടെ വിജിൻ അവിടെ നിന്നാണ് പഠിച്ചത്. വിജിൻ എന്നെ വിളിക്കലുണ്ട് പലപ്പോഴും, നമ്മുടെ ഇപ്പോഴത്തെ കല്യാശ്ശേരി. അപ്പോൾ എന്തെങ്കിലും സ്റ്റഡി ക്ലാസ്സുകളിലുണ്ടാകുമ്പോൾ വിളിക്കും, അങ്ങനെയുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ പഠിപ്പിച്ചവരുണ്ട്, മനസ്സിലല്ലേ.
പിന്നെ സിനിമാ രംഗത്തും മറ്റെല്ലാം ഉള്ള ആൾക്കാരിലുണ്ട് പഠിപ്പിച്ചവരുണ്ട്. നല്ല ശിഷ്യസമ്പത്താണ് നല്ല കോളേജ്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ആ ശിഷ്യസമ്പത്തിനെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാവരും എടുത്ത് ചോദിക്കുക പലപ്പോഴും ഈ ഇങ്ങനെ പിന്നെ ഉള്ളവരെയാണ് ചോദിക്കുക കേട്ടോ. അല്ലാത്തവരെ കുറിച്ചുള്ള ഓർമ്മ എങ്ങനെ? ഓർമ്മ ആയിരക്കണക്കിന് കുട്ടികൾ വേറെ മേഖലയിൽ വളർന്നു പോയിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടിയെ ഞാൻ ഈയിടെ കണ്ടപ്പോൾ അവന് കൈവണ്ടി വലിക്കുന്നു. അതും വേണമല്ലോ, അതിനൊരാൾ വേണമല്ലോ. അതെ, ഈ പ്രായത്തിലും കൈവണ്ടി വലിച്ചിട്ട് അവനെ മറ്റുള്ളവരെ വാസ്തവത്തിൽ സഹായിക്കുകയല്ലേ ചെയ്യുന്നു. അവർ കുടുംബം പോറ്റുന്നു, മറ്റുള്ളവർക്ക് സഹായം മാറുന്നു. ആ പണിയെടുക്കാൻ ആള് വേണം നാട്ടിൽ. അപ്പൊ അവരെയും നമ്മൾ അളക്കണം, കാണണം. അതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. എനിക്ക് എന്നെ പറ്റി തന്നെ പറയാനുണ്ടാകാം. ഞാൻ ആരുമല്ല, ഞാനൊരു സാധാരണ സാമൂഹ്യ പ്രവർത്തകൻ. നിങ്ങൾ എല്ലാവരും മാമു മാഷ് എന്നാണ് വിളിക്കുന്നത്. അതാദ്യം മുതലേ അങ്ങനെയാണ്. അഹമ്മദ് എങ്ങനെയാ മാമുവായി മാറിയത്? അത് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ശരിയായ പേര് മഹമ്മൂദ് അഹമ്മദ് എന്നാണ്. മഹമ്മൂദ് അഹമ്മദ്. പിന്നെ മുഹമ്മദ് അഹമ്മദ് എല്ലാവരും വിളിക്കാൻ തുടങ്ങി കേട്ടോ. അധികാരം ഈ മുഹമ്മദ് പറഞ്ഞു. മഹമ്മൂദിനെക്കാളും മുഹമ്മദ് ആണ് ആളുകൾക്ക് അറിയാം. ബി എന്ന് പറയുന്നത് ബിലാവിനകത്താണ്. പണ്ട് ഒരുപാട് പിലാവ് ഉണ്ടായിട്ടുണ്ടാവും ഞങ്ങളെ വീട്ടിൻ്റെ, ഞാൻ താമസിച്ച വീട്ടിൻ്റെ അവിടെ ഒരുപാട് പിലാവുകളും മാവുകളും എല്ലാം ഉള്ള സ്ഥലമാണ്. മനസ്സിലല്ലേ? അപ്പോൾ അന്ന് പിലാവിനകത്തായിരിക്കാം. അത് പിന്നീട് പ്രത്യേകിച്ച് മുസ്ലിം ഉച്ചാരണത്തിൽ മാറി. മഹമ്മൂദ് അഹമ്മദ്. പക്ഷെ എൻ്റെ എഴുത്തിന് മുഴുവൻ മുഹമ്മദ് അഹമ്മദ് എന്നാണ് മുഹമ്മദ് അഹമ്മദ് വെക്കാം. മാമു മാഷ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ ചുരുക്കമായിട്ട് മഹമ്മൂദ് അഹമ്മദ് ചുരുക്കിയിട്ട് മാമൂന്ന് ചെറുപ്പത്തിലെ കേട്ടാ. എൻ്റെ വിളിപ്പേരും വീട്ടിലും അയൽവക്കത്തും കോളേജിലും അങ്ങനെ തന്നെ. കോളേജിലും കുട്ടികൾ വിളിക്കലും കേട്ടാ. ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പിന്നെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയില്ലേ, ആ സമയത്തിൽ എൻ്റെ അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് എൻ്റെ കുട്ടികളുടെ സ്റ്റാഫ്, അധ്യാപകരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേട്ടാ അവിടെയുള്ള ബോർഡ് നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിന് മാമു മാഷും കുട്ടികളും. ഡിപ്പാർട്ട്മെൻറ്റിൽ മാമു മാഷും കുട്ടികളും. അപ്പൊ എല്ലാരും എന്നെ മാമു മാഷും തന്നെ മിക്കവാറും പഠിപ്പിച്ച കുട്ടികൾ മാമു മാഷെന്നാ വിളിക്കുക. ഏറ്റവും സന്തോഷം തോന്നിയ അനുഭവം എന്താണ് കോളേജ് ലൈഫിൽ? കോളേജ് ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയ അനുഭവം എന്ന് പറയുന്നത് കോളേജ് വളരെ കേട്ടോ എല്ലാ കാര്യങ്ങളിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ കോളേജാണ്. അന്ന് രാഷ്ട്രീയം ഉണ്ടോ അവിടെ? രാഷ്ട്രീയവും സംഘർഷമെല്ലാം ഉണ്ടാവും. അപ്പോൾ താങ്കൾ ഒരു കോൺഗ്രസ് അനുഭാവി എന്ന നിലക്കുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. ഞാൻ ആ കാലഘട്ടം മുതൽ തന്നെ ഇവരുമായിട്ട് SFI കുട്ടികളായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. പലപ്പോഴും അവരുടെ പരിപാടികളിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടാ. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും അത് ഒരിക്കലും എൻ്റെ ഇതിൽ വന്നിട്ടില്ല. വിദ്യാഭ്യാസ ഇതിൽ ചുറ്റുപാടുകളിൽ വന്നിട്ടില്ല. ഏറ്റവും സന്തോഷം നൽകിയ ഒരു അനുഭവം കോളേജിൽ? ഏറ്റവും സന്തോഷം നൽകിയ അനുഭവം എന്ന് പറയാവുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾ തന്നെ പരസ്പരം പലപ്പോഴും അടിയേലും ചെയ്യുമല്ലോ. ഒരു ദിവസം പോയപ്പോൾ കേട്ടാ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻറ്റീനിൽ പോയപ്പോൾ ഇവർ രണ്ട് വിഭാഗക്കാരും കൈയിട്ടിട്ട് കേട്ടാ പരസ്പരം പിന്നെ ചായ വാങ്ങിക്കൊടുക്കാനും ചെയ്തു. അടി കഴിഞ്ഞതിൻ്റെ അടുത്ത സന്ദർഭത്തിൽ അവർ എങ്ങനെ അടി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും സന്തോഷം എന്ന് പറയാവുന്ന അതൊരു നല്ല സന്ദർഭമാണ്. അത് ഒരു സംഭവം എന്ന് പറയാവുന്നത് പിന്നെ എൻ്റെ അടുത്ത് 2 കുട്ടികൾ ഒരു ദിവസം വന്നു. ഏട്ടത്തി അനിയത്തിയാണ്. എന്നിട്ട് ആ ഒരു രണ്ടും പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു കുട്ടി, മൂത്ത കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് അവൾ കരഞ്ഞോണ്ടാണ് വന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ പിന്നെ അമ്മ ആശുപത്രിയിലാണ്, ICUയിലാണ് കേട്ടോ. വലിയ പ്രയാസമുണ്ട്, ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും, മാഷെന്തെങ്കിലും സഹായിക്കണം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ വീട്ടിലേക്ക് വന്നു, അവരെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. എന്നിട്ട് വൈഫിനോട് സംഗതി പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു. അപ്പം ഭാര്യ എന്നോട് പറഞ്ഞു കേട്ടാ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് കുറച്ച്,
അതെടുത്ത് കൊടുക്കണം. അങ്ങനെ അന്ന് 2000 റുപ്യ ഏതാണ്ട് 1997 കാലമാണ്. 2000 റുപ്യ പെട്ടെന്ന് ഈ കുട്ടിക്ക് ഞാൻ കൊടുത്തു കേട്ടാ. എന്നിട്ട് മോളെ നീ ഇതെടുത്തോന്ന് പറഞ്ഞു കേട്ടാ. ഞാൻ തിരിച്ചു തരണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അവളെന്നോട് പറഞ്ഞ വാക്ക് കടായിട്ട് വേണം കേട്ടാ. ഒരു 5-10 കൊല്ലം കഴിഞ്ഞപ്പം അവൾ ആ കാശ് തിരിച്ചു കൊടുത്തു. 10 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നു കേട്ടാ. എന്നിട്ട് പറഞ്ഞ അമ്മ മരിച്ചുപോയി, പക്ഷേ ഇത് കടം കേട്ടാ. അമ്മൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്, കടമാണ്, തിരിച്ചു കേട്ടാ. എന്നിട്ട് അവളെ അമ്മ മരിച്ചപ്പം അവൾക്ക് കൊടുത്ത ഇതില്ലേ കാതിലുണ്ടായിരുന്ന ഇതാണ് ഇവർ രണ്ടാളും കൂടി കൊണ്ടുവന്നിട്ട് എൻ്റെ ഇരുത്ത്. ഈ പൈസക്ക് പകരം അല്ല, പൈസ അത് വിറ്റ പൈസയാണ് കൊണ്ടുവന്നത്. അത് വല്ലാത്തൊരു നിമിഷമായിരുന്നു. കാരണം നമ്മളെ കുട്ടികളെ പറ്റി പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. മക്കൾ നല്ല മക്കളാണ് കേട്ടോ. അവർ ചിലപ്പം രാഷ്ട്രീയം പയറ്റിയിട്ടുണ്ടാകും, മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അവരുടെ ഉള്ളിൽ എവിടെയോ അഗാധമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അതിനപ്പുറത്ത് കേട്ടാ അവരുടെ നന്മയുടെയും കേട്ടാ സായുജ്യമുണ്ട്. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ MK രാഘവൻ, KC വേണുഗോപാൽ, ജോൺ ബെട്ടാസ്, വിജിൻ ഉൾപ്പെടെയുള്ള ശിഷ്യസമ്പത്ത് കടന്നു PV രാജേഷ്, ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ നല്ല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് വളരെ ഊർജിതമായി രംഗത്തുണ്ടായിരുന്ന ആളുകൾ തന്നെയായിരുന്നു. അവരൊക്കെ നല്ല വിദ്യാർത്ഥികളുമായിരുന്നു. കുരുത്തം കെട്ടവരായിരുന്നു ഇവരൊക്കെ. ഇവരിൽ ആരെങ്കിലും കുരുത്തം കെട്ടവന്മാരുണ്ടായിരുന്നോ? കുഴപ്പക്കാർ, സ്ഥിരം പ്രശ്നക്കാരായിട്ടുള്ള പ്രശ്നക്കാരായ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും അങ്ങനെ പ്രശ്നക്കാരായിട്ടുണ്ടായിട്ടില്ല. ഇല്ല. KCക്കോ വേണുക്കോ? ഇല്ല, വേണുവിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ജോൺ നമ്മുടെ ഇയാളില്ലേ ജോൺസി മാഷുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷേ ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഞാനിവിടുന്ന് ഇപ്പം പറയുന്നത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ രണ്ടുപേരുടെയും കേട്ടാ മനസ്സിലെ ആദർശത്തിൻ്റെ ഒരു വേലിയേറ്റാണ്. രണ്ടുപേരുടെയും മനസ്സിൻ്റെ ആദർശത്തിൻ്റെ വേലിയേറ്റാണ് അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അങ്ങനെയാണ്. ആ കാരണത്താൽ തന്നെ ആ സന്ദർഭത്തിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഈ ഹരിജന ഉദ്ധാരണ പ്രവർത്തനങ്ങളിലൊക്കെ താങ്കൾ ഭയങ്കരമായി അത് എങ്ങനെയാണ് അതിനകത്തേക്ക് എത്തിപ്പെടുന്നത്? കാരണം ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബമായിരുന്നല്ലോ താങ്കളുടേത്, അല്ലേ? അപ്പം അങ്ങനെ കടന്നു പോകുമ്പോൾ അത്തരം പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് വന്നത്? അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ആനന്ദ തീർത്ഥനുമായി ബന്ധപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഹരിജനോദ്ധാരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നത്. ആനന്ദ തീർത്ഥയായിട്ട് എങ്ങനെയാണ് ബന്ധം വരുന്നത്? സ്വാമി ആനന്ദ തീർത്ഥൻ അദ്ദേഹം പയ്യന്നൂരിൽ വന്നു. പയ്യന്നൂരിൽ വന്നിട്ട് അദ്ദേഹം വന്നത് എപ്പോഴാണെന്ന് അറിയാമല്ലോ. അത് പിന്നെ കണ്ടോത്തൊരു സംഭവം ഉണ്ടായിരുന്നു. കണ്ടോത്ത് എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൽ അവിടെ AKG ഒക്കെ തന്നെ മർദ്ദനേറ്റു കേട്ടാ. എന്നുവെച്ചാൽ ഹരിജനങ്ങൾക്ക് വഴി നടക്കാൻ വേണ്ടി കണ്ടോത്ത് ക്ഷേത്രത്തിലൂടെ നടന്നു പോകാൻ വേണ്ടി അവർ സമരം ചെയ്തു. അപ്പോൾ അവർക്കെല്ലാം മർദ്ദനേറ്റു. കേരളീയൻ AKG ഡ്രൈവർക്ക് മർദ്ദനേറ്റു. ആ മർദ്ദന ഏറ്റ സന്ദർഭത്തിൽ കേട്ടോ അതറിഞ്ഞിട്ടാണ് ഈ ആനന്ദവർദ്ധനൻ പിന്നെ ഈ ഹരിജന ഉദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി എവിടെ വരുന്നത്? പയ്യന്നൂർ വരുന്നത്. അപ്പോൾ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഏഴോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരവസരത്തിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം ഇങ്ങനെ വരുന്ന സമയത്ത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം. വരുന്ന സമയത്ത് സ്വാമിനാഥൻ എന്ന് പറഞ്ഞൊരു കുട്ടി കേട്ടോ, എന്നെക്കാൾ കുറച്ച് വയസ്സധികമുള്ള കുട്ടിയായിരിക്കും കേട്ടോ, കുട്ടിയാണ്, ഒരു ചെറിയ കുട്ടി. ആ കുട്ടി അമ്മയോടൊപ്പം കേട്ടോ പിന്നെ ഈ മീൻ വിൽക്കുന്നതിനോട് വരികയാണ് പഴയങ്ങാടിയിലേക്ക്. അപ്പം ഈ ആനന്ദവർദ്ധനെ കണ്ട് സ്വാമിനെ കണ്ട്. അപ്പോൾ സ്വാമിനെ കണ്ടപ്പോൾ പിന്നെ അവർ ഹോയ് ഹോയ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ, കാരണം അവർ തലയിൽ കൈ വെച്ചിട്ട് വിളിച്ചു പറയണം കേട്ടാ. അപ്പോൾ സ്വാമിജി വാസ്തവത്തിൽ അവരെ കണ്ടാൽ മാറണം. സ്വാമിജിയല്ല, അവർ മാറണം. സ്വാമിജി നേരെ നടന്നു പോകണം. അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ. ഇവരും മാറിപ്പോകാൻ വേണ്ടിയിട്ട് അവർ നോക്കിയ സമയത്ത് സ്വാമിജി അവിടെ നിൽക്കാൻ പറഞ്ഞു. അവർ നിന്ന് വന്നിട്ട് അവിടെ എത്തിയ പിന്നെ ഈ സ്വാമി ഇയാളെ കണ്ടപ്പം സ്വാമിനാഥനെ കണ്ടപ്പം കേട്ടാ കയ്യിലെടുത്തു, കുട്ടിയെടുത്ത് ചുംബിച്ചു.
കേട്ടാ. എന്നിട്ട് അവരോട് ചോദിച്ചു, ഈ കുട്ടിയെ എനിക്ക് വിട്ടുതരാമോ, എന്തിനു വേണ്ടി? പഠിക്കാൻ, കേട്ടാ. അപ്പോൾ ഇവിടെ ആനന്ദ ആശ്രമമുണ്ട് പയ്യന്നൂരിൽ. അവിടത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയി പഠിപ്പിച്ച് എന്നിട്ട് അവൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി, കേട്ടാ. ഈ സംഭവം എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അതാണ് അദ്ദേഹമായിട്ടുള്ള ബന്ധം. ഈ സുക്കോളച്ചനുമായിട്ടും ഭയങ്കര ബന്ധമായിരുന്നു. സുക്കോളച്ചനുമായിട്ടാണ്. ഈ സുക്കോളച്ചൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് ഈ പട്ടുവത്താണ് അദ്ദേഹം, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലം. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ, കേട്ടാ, പിന്നെ ഒരു 1000-ലധികം വീടുകളെടുത്തു കൊടുത്തു, കേട്ടോ, പാവങ്ങൾക്ക്. എന്നിട്ട് എവിടെ വഴിയിൽ പാവങ്ങളെ കണ്ടാലും, കേട്ടാ, അവരെ സ്വയം ഏറ്റെടുത്തു. സുഖേന്ദ്രൻ്റെ കാലത്ത് അവരോട്. പിന്നെ വേണ്ടത് ഫാദർ കൈറോണിയാണ്. എൻ്റെ ചെറുപ്പത്തിൽ കൈറോണിയാണ്. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ, ഞങ്ങൾ കുട്ടികളിങ്ങനെ നടന്നു പോകുമ്പോൾ ഞങ്ങളൊക്കെ ഈ എരിപുരത്ത് കുന്നു കയറും, കേട്ടോ. കുന്നു കയറാൻ അച്ഛനുണ്ടാവും ഒന്നിച്ച്. അച്ഛൻ്റെ കീശയിൽ എന്തെങ്കിലും ഉണ്ടാകും, ബത്താസ് മറ്റേ എല്ലാം ഉണ്ടാകും. അത് ഞങ്ങൾക്ക് തരും. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ പോയാൽ നമുക്ക് ഭയങ്കര. അപ്പോൾ ഹരിജന ഉദ്ധാരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ക്രൈസ്തവ മിഷണറിമാരായിട്ട് ബിഷപ്പ് വള്ളോപ്പള്ളിയായിട്ടും അതിനുശേഷം ബിഷപ്പ് വള്ളപ്പള്ളിയായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ആ വള്ളപ്പള്ളീൻ്റെ കൂടെ ഞാൻ എവിടെ ഈ പല സ്ഥലങ്ങളിൽ ഒന്നിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. മലയോരങ്ങളിലൂടെയൊക്കെ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്, കേട്ടോ. ഒരുപാട് യാത്രകൾ, കേട്ടോ. പൊടിമണ്ണൂരണ്ട വീതികളിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലോഹയിൽ ചളി പുരണ്ടിട്ടുണ്ടാവും. അപ്പോഴും അദ്ദേഹം നടക്കുന്നുണ്ടാവും. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കും. ഈ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് വള്ളോപ്പള്ളിയോടൊപ്പം നടന്ന ആ കാലഘട്ടവും ഇന്ന് ക്രൈസ്തവ സഭയും മുസ്ലിം ജനവിഭാഗം തമ്മിലുള്ള ഒരു അകൽച്ചയും ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? ഇന്ന് വളരെ ധ്രുവീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമാണ്. കാരണം അന്ന് താങ്കൾ ഈ പറഞ്ഞ പോലെ സുക്കോളച്ചനായാലും വൈദികരായാലും സന്യസ്തരായാലും സന്യാസിമാരായാലും വള്ളോപ്പള്ളിയോടൊപ്പം ഈ മലകൾ മുഴുവൻ കയറാൻ പോകുന്ന പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് എന്ന ഒരു മുസൽമാനും ഒരു ക്രൈസ്തവ മത മേലധ്യക്ഷനും തമ്മിലുള്ള ആത്മബന്ധം ഇന്ന് ക്രൈസ്തവ ജനവിഭാഗവും മുസ്ലിം സമൂഹവും തമ്മിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരകൽച്ച, അത് അകലുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ ഇരു വിഭാഗത്തിലെയും ചിലർ നടത്തുന്ന അതിനീചമായ പ്രചരണങ്ങൾ അതിനൊക്കെ കാണുമ്പോൾ എങ്ങനെയാ തോന്നുന്നത്? അതിന് പ്രധാന കാരണം മാധ്യമങ്ങളാണ്. അതെ, മാധ്യമങ്ങൾ മാത്രമാണോ? അല്ലല്ല, മാധ്യമങ്ങൾ മാത്രമൊന്നുമല്ല. എന്താ സംഭവിച്ചെന്നാൽ നമ്മുടെ മതത്തിലാവട്ടെ രാഷ്ട്രീയത്തിലാവട്ടെ, കേട്ടാ, ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലാകട്ടെ ധാർമ്മികത നഷ്ടപ്പെടും, മൊറാലിറ്റി നഷ്ടപ്പെടും. നമ്മുടെ ധാർമ്മികത നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ നമ്മുടെ ധാർമ്മികത നഷ്ടപ്പെട്ടു. ഇന്ന് അത്തരത്തിലൊരു കൂട്ടായ്മ പഴയ കാലത്തെ പോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ താങ്കൾക്ക് തോന്നുന്നത്? ഇല്ല, പലപ്പോഴും ഇല്ല എന്നാണ് തന്നെ പറയേണ്ടത്. അപൂർവമായിട്ടുണ്ട്. പക്ഷേ പൊതുവേ പറഞ്ഞാൽ നമുക്ക് ആ കൂട്ടായ്മ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു ശരിയായ സത്യം. ഈ ഫോക്ലോർ അക്കാഡമിയുടെ വൈസ് ചെയർമാൻ പദവിയിലാണ് ആദ്യം വരുന്നത്. അത് ഏത് കാലഘട്ടത്തിലാണ്? വൈസ് ചെയർമാൻ ആവുന്നതിന് മുമ്പ് ഞാൻ അവിടെ മെമ്പറായി. ഫോക്ലോർ അക്കാദമിയിലെ സെലക്റ്റഡ് മെമ്പർമാരിൽ ഒരാളായിരുന്നു. ആ മെമ്പറാകുന്നത് ശരിക്കും പറഞ്ഞാൽ ടി കെ രാമകൃഷ്ണൻ്റെ ആണ്. മന്ത്രി, ഇടതുപക്ഷ സർക്കാരുള്ള ഇടതുപക്ഷ. പക്ഷേ ഞാൻ വൈസ് ചെയർമാനാവുന്നത്, എന്നെ വൈസ് ചെയർമാനാക്കിയത് കാർത്തികേയൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചെയർമാനാകുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ ഈ ഫോക്ലോർ അക്കാഡമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ കലാരംഗത്തുള്ളതാണല്ലോ. അപ്പം ഒരു ഇസ്ലാമിക വീക്ഷണത്തിൽ അതിൻ്റെ ചെയർമാൻ പദവിയിലൊക്കെ എത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു? അല്ല, ചിലരൊക്കെ അന്ന് പിന്നെ അവിടെ വിളിച്ചു പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിമിന് ഇതാകാൻ പറ്റുമെന്നാണ് അവരുടെ സംശയം, കേട്ടാ. അതിനകത്ത് തെയ്യവും കലാരൂപങ്ങളും കൂടുതൽ അതല്ലേ ഉള്ളത്. അങ്ങനെ തെയ്യം തുടങ്ങിയ കലാരൂപങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ ഒരു മുസ്ലിമിനാവാൻ കഴിയുമെന്നുള്ള സംശയം ചിലർക്കുണ്ട്. താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ആ പോസ്റ്റ് പറ്റുമെന്ന്? ഒരു ഇസ്ലാം മത താങ്കൾ ഉറച്ച മത? അതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ പോയിരുന്നു. എടാ, നമ്മളെ പിന്നെ നമ്മളെ മുത്തപ്പൻ്റെ കേന്ദ്രത്തിൽ പോയിരുന്നു. മുത്തപ്പൻ മടപ്പുരയെല്ലാം പോയിട്ടുണ്ട്. മുത്തപ്പൻ മടപ്പുരയിലും പോയിരുന്നു. നല്ല നമസ്കാരമൊക്കെ. അത് മാത്രമല്ല, അന്നേരം തന്നെ ഞാൻ തെയ്യങ്ങളെ പറ്റിയൊക്കെ എഴുതാൻ തുടങ്ങി. ഞാൻ കോളേജിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചത് ഫോക്ലോറായിരുന്നു.
എന്നിട്ട് ഫോക്ലോർ പഠിപ്പിക്കേണ്ടി വന്നപ്പോൾ ഞാൻ ഫോക്ലോർ പഠിപ്പിച്ചു. മനസ്സിലല്ലേ? അപ്പം കുട്ടികളില്ലേ, കുട്ടികളന്ന് എനിക്ക് എന്നെ തെയ്യം കാണാൻ കൂട്ടിക്കൊണ്ട് പോകും, കുട്ടികൾ കൊണ്ട് പോകും രാത്രിയില്ല. താങ്കളുടെ ഒരു വിശ്വാസം എങ്ങനെയാണ്? ഏത് വിശ്വാസ പ്രമാണങ്ങളൊക്കെ എങ്ങനെയാണ്? വിശ്വാസ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ കാണേണ്ട ഒരു വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ വിശുദ്ധ ഖുർആനിൽ പറയും, പിന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, ദൈവത്തിന്റെ നാമത്തിൽ തുടങ്ങുന്നു, പരമകാരുണികനായി. അത് ഏതിലായാലും ഏത് മതമായാലും ആ മതത്തിന്റെ അന്തിമമായ വിശ്വാസം എന്ന് പറയുന്നത് കേട്ടാ ഫാത്തിഹയിൽ അധിഷ്ഠിതമാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് അല്ലേ? അപ്പൊ ഈ നമസ്കാരം എല്ലാം കൃത്യമായി ഫോളോ ചെയ്യാറുണ്ടോ? നമസ്കരിക്കാൻ 5 നേരം നമസ്കരിക്കും. 5 നേരം ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഹജ്ജ് ഞാൻ ഇതിന് പോയിട്ടുണ്ട്, ഉംറക്ക് പോയിട്ടുണ്ട്. ഹജ്ജിന് പോകാനുള്ള പരിപാടി ഉണ്ടോ? അവസരം കിട്ടുകയാണെങ്കിൽ. പിന്നെ ഈ ഫോക്ലോർ അക്കാഡമിയിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ തെയ്യങ്ങളും ഈ കലാരൂപങ്ങളും നമ്മൾ ജോസഫ് മാഷ് നബിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൈ കുത്തിയത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥ, അത്തരത്തിലുള്ള വല്ല ഭീഷണികളും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആയി എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ എന്നെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ട്, ഇപ്പോഴും തുടരും. ഈ കാലഘട്ടത്തിൽ സൗഹൃദം വളരെ നന്നായിട്ട് നടക്കുന്നു. അതിന് ഗാന്ധി പറഞ്ഞ ഒരു ഇത് വാക്കുണ്ട്, സർവധർമ്മ സമഭാവം. അതാണ് സർവധർമ്മ സമഭാവം. ഇപ്പൊ താങ്കളൊരു കോൺഗ്രസ് മനോഭാവത്തിൽ വളർന്നു വന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ്സുകാരനാണെന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പഴയ കോൺഗ്രസ്സുകാരനാണ്. പഴയ കോൺഗ്രസ് ഇപ്പോഴത്തെ കോൺഗ്രസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ പഴയ കോൺഗ്രസും ഇന്നത്തെ കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അന്നത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, അന്നത്തെ കോൺഗ്രസ് വെച്ചാൽ നെഹ്റു, ഗാന്ധി ഇതാണ്. അപ്പോൾ അവരുടെ നിലപാട് വ്യക്തമായിരുന്നു. അല്ല, അവർ കാലകാലം ജീവിച്ചിരിക്കില്ല. ഇല്ല, അവരുടെ നിലപാട് വ്യക്തമായിരുന്നു. മതേതര നിലപാട്. അതേപോലെ തന്നെ അവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനാധിപത്യ ബോധം. ആ ജനാധിപത്യ ബോധവും മതേതര ബോധവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മനസ്സിലല്ലേ? അതേ അവസരത്തിൽ പുതിയ കാലഘട്ടത്തിൽ പല ഈ രാഷ്ട്രീയ പാർട്ടികളെന്നെല്ലാം പറയുമ്പോൾ പലതും ദുഷിച്ചു പോയിട്ടുണ്ടല്ലോ. ആ ദുഷിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സ്വാർത്ഥം അല്ല, ഏറ്റവും പ്രധാനമായി എന്നെ വേദനിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഒരുമിച്ച് കേട്ടാ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതിൽ താങ്കൾക്ക് സങ്കടം, ഭയങ്കര സങ്കടം. ഈ സമീപകാലത്ത് താങ്കളെ കുറിച്ചൊരു വിവാദം വന്നതെന്ന് പറഞ്ഞാൽ, താങ്കൾ MV ഗോവിന്ദൻ മാസ്റ്റർ ജാഥ വന്നപ്പോൾ അതിനകത്ത് താങ്കൾ ഒരു പുസ്തകമായി ചെല്ലുന്നു. പിറ്റേ ദിവസം അവരുടെ മുഖാമുഖത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അന്ന് MV ജയരാജൻ പ്രസംഗിച്ചു, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദിനെ പോലുള്ള ആളുകൾ CPM-ലേക്ക് വരുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. താങ്കൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM-ലാണോ? CPM-ൽ എന്ന് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, CPM-ൽ പോകാൻ കഴിയില്ല. CPM-ൽ ഞാനെങ്ങനെ പോകാം കേട്ടാ? CPM-ന് വ്യക്തമായ നിബന്ധനകളും കേട്ടാ വ്യവസ്ഥകളുണ്ട് കേട്ടാ. അപ്പോൾ അതിൽ എന്നെ പോലത്തെവർക്ക് നിൽക്കാൻ പറ്റും? അവരെടുക്കില്ല. മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, C. അച്യുതമേനോൻ്റെ കാലത്ത് പിന്നെ C. രാധാകൃഷ്ണൻ കേട്ടാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ അച്യുതമേനോൻ പറഞ്ഞത്രേ കേട്ടാ, പാർട്ടിയിൽ ചേർന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല കേട്ടാ, പാർട്ടിയോട് സഹകരിച്ചിട്ട്. അപ്പൊ താങ്കൾ പാർട്ടിയോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് MV ജയരാജൻ പറഞ്ഞത് ശരിയാണോ? അത് ശരിയാണ്. താങ്കൾ ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്? ചേർന്ന് അത് പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞതുപോലെ പഴയ കോൺഗ്രസ്സുകാരനുകൾക്ക് എൻ്റെ ഗാന്ധിയൻ നിലപാടുകൾ തുടരും. അതേ അവസരത്തിൽ തന്നെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയോ അവരുടെ പുരോഗമന സാഹിത്യ സമിതി, പ്രത്യേകിച്ചും പുരോഗമന സാഹിത്യ സമിതി, എന്നോട് പുരോഗമന സാഹിത്യ സമിതിയോട് ഒന്നിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞത്. അതുമായി സഹകരിച്ചു. കോൺഗ്രസിൽ അങ്ങനെയുള്ള സംവിധാനമൊന്നും ഇല്ലേ? കോൺഗ്രസിൽ ഈ പുരോഗമന ചിന്താഗതിക്കാരുടെ കൂട്ടായ്മയൊന്നും ഇല്ലേ? അല്ല, ആ സംസ്കാര സാഹിതി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനം വളരെ അപൂർവമായിട്ടേ നമ്മൾ കേൾക്കുന്നുള്ളൂ. പക്ഷെ താങ്കള് ഈ കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഫോക്ലോർ അക്കാഡമിയുടെ ചെയർമാൻ പദവിയും വൈസ് ചെയർമാൻ പദവിയും ഒക്കെ അവർ താങ്കൾക്ക് നൽകിയത്. താങ്കൾ അത്തരം സൗകര്യങ്ങളൊക്കെ നേടിയ ശേഷം ഇപ്പോൾ ഇടതുപക്ഷം ഭരണത്തിൽ വന്നപ്പോൾ അവരോടൊപ്പം ചേരുന്നു എന്ന രീതിയിലുള്ള പ്രചരണം കോൺഗ്രസ്സുകാർ നടത്തിയിരുന്നു. അതേക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ മെമ്പറാവുന്നതല്ല, TK രാമകൃഷ്ണൻ്റെ ആയിരുന്നു. മന്ത്രി രാമകൃഷ്ണൻ്റെ വൈസ് ചെയർമാനും ചെയർമാനും ഒക്കെ അന്നും കാർത്തികൻ എന്നോട് ചോദിച്ചിരുന്നു. കാർത്തികൻ എന്നോട് ചോദിച്ചിരുന്നു, പിന്നെ സാറിനെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്ന്
കേട്ടാ താങ്കൾ പിന്നെ CPM-ൻ്റെ വേദികളിലൊക്കെ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അതെന്താ അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു. അവരാണ് താങ്കളെ മറ്റേ ഇതിൽ എടുത്തത്. ടി.കെ. രാമകൃഷ്ണന്റെ കാലത്താണ് എടുത്തത്. അതെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അന്ന് സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ എൻ്റെ അധ്യാപകനായിരുന്നു വിജയൻ മാഷ്, പ്രൊഫസർ എം എം വിജയൻ മാഷ് ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എം വിജയൻ മാഷിന് വേണ്ടി എംബറുമാകാൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ മാഷ പേര് ഈ അക്കാദമിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, മാഷ് അത് സ്വീകരിക്കണം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് അത് സ്വീകരിക്കാൻ കാരണം എൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്കും എൻ്റെ നിലപാടെന്ന് പറയുന്നത് പിന്നെ ഒരു പുരോഗമന ആശയങ്ങളെ അംഗീകരിക്കുന്ന നിലപാടാണ്. പ്രൊഫസർ എം വിജയൻ മാസ്റ്റർക്ക് ഒടുവിൽ CPM-ൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളെ കുറിച്ച് താങ്കൾക്ക് അറിയാലോ. അല്ല, നല്ല അനുഭവം ആയിരുന്നല്ലോ. അത് ഞാൻ പറയാം, അതിനെപ്പറ്റി ഞാൻ പറയാം. അല്ല, അദ്ദേഹം ഇടതുപക്ഷമായിരുന്നു. എന്നും ഇടതുപക്ഷമായിരുന്നു. താങ്കൾ ഇപ്പോൾ CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. താങ്കളത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള താങ്കൾ പ്രൊഫസർ എം വിജയൻ മാസ്റ്റർക്ക് ഉണ്ടായ അനുഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അദ്ദേഹം അവസാന കാലത്ത് CPM-ൽ നിന്നും തള്ളപ്പെടുന്നു, ഒറ്റപ്പെടുന്നു. അദ്ദേഹത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളൊക്കെ താങ്കളുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നം? അപ്പോൾ താങ്കളുടെ അധ്യാപകനായിരുന്ന പ്രൊഫസർ എം വിജയന് ഇത്തരം ഒരു അനുഭവങ്ങൾ സമ്മാനിച്ച പ്രസ്ഥാനത്തോടൊപ്പമാണ് താങ്കളിപ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് ധ്രുവങ്ങൾ എങ്ങനെ ചേരും? അത് ശരിക്കും പറഞ്ഞാൽ ഇന്നും ഞാൻ മനസ്സിലാക്കിയത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പിന്നെ വിജയൻ മാഷക്ക് നല്ല പരിഗണനയുണ്ട്. ചില വ്യക്തികൾ അവരുടെ വ്യക്തിപരമായ കാരണങ്ങളാൽ കേട്ടാ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശ്രമിച്ച ആളുകൾ ചെറുതല്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലും താങ്കൾക്ക് വലിയ കോൺഗ്രസ് വേദികളിലാണ് ഒരു കാലത്ത് താങ്കൾ നിറഞ്ഞു നിന്നത്. കോൺഗ്രസ് വേദികളിൽ തന്നെയായിരുന്നു താങ്കൾ നിറഞ്ഞു നിന്നിരുന്നത്. അങ്ങനെയുള്ള താങ്കൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കോൺഗ്രസിൽ നിന്ന് അത്രയും മോശമായ അനുഭവം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങളുണ്ട്. അതെന്താണ് ഏറ്റവും? അല്ല, ഞാൻ വ്യക്തിപരമായ കാരണങ്ങളിലേക്ക് പോകുന്നില്ല കേട്ടാ. ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതൊന്നും ഇപ്പം പറയുന്നില്ല കേട്ടാ. ഇപ്പം പറഞ്ഞു പിന്നെ എപ്പോഴാണ്? കാരണം ജനം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇപ്പം ഞാൻ ഈ അവസാന ചോദ്യങ്ങളിലേക്ക് അത് വരുമ്പോഴും ഈ കോൺഗ്രസ് വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന പ്രൊഫസർ മുഹമ്മദ് അഹമ്മദിനെ ഇപ്പോൾ കോൺഗ്രസ് വേദികളിൽ കാണുന്നില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം അദ്ദേഹം ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒത്തിരി ഫേസ്ബുക്ക് പോസ്റ്റുകളും നവമാധ്യമങ്ങളിലെ പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ താങ്കൾക്കെതിരെ പറയാൻ താങ്കളെ ഏറെ സ്നേഹിച്ച കോൺഗ്രസ് പ്രവർത്തകർ വന്നു എന്നുള്ളതിന് കൃത്യമായി ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്ന് താങ്കൾ പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാകും. താങ്കളത് പറയാതിരിക്കുമ്പോൾ താങ്കൾ എന്തുകൊണ്ടത് ചെയ്തു എന്ന ചോദ്യം എയറിൽ എപ്പോഴും നിൽക്കും. ശരിയല്ലേ? ആ ചോദ്യം എപ്പോഴും നിൽക്കും. ഞങ്ങൾ സ്നേഹിച്ച KSU-കാരനായ കോൺഗ്രസ്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് അവരോടൊരു വിരോധമില്ല. ചിലരൊക്കെ എന്നെപ്പറ്റി എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അത് സത്യം, നിങ്ങൾ പറഞ്ഞതുപോലെ സത്യമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മനുഷ്യ നന്മക്ക് വിരുദ്ധമായ ഒന്നിനോടും പ്രതികരിക്കട്ടെ. മനുഷ്യ നന്മക്ക് വിരുദ്ധമായി കോൺഗ്രസ് പ്രവർത്തിക്കുന്നെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ? അല്ല, ചിലർ അവരുടെ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ കേട്ടാ എന്നെ പിന്നെ വേദനിപ്പിക്കണമെന്ന ഉദ്ദേശം അവർക്കുണ്ടെന്ന് വ്യക്തം. പക്ഷെ ഞാൻ വേദനിക്കില്ല. ഞാനിപ്പം പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് എന്നോട് കുറെ കൂടി അടുത്ത് പെരുമാറാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അന്ന് എന്നെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ കേട്ടാ. അവർ വന്നിട്ട് എന്നോട് ലോക്യം പറയുമ്പോൾ അവരോട് ഞാൻ ഒരു അക്ഷരം പോലും മറിച്ച് ഒന്നും പറയില്ല. ഇപ്പോൾ CPM താങ്കൾ അവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇപ്പം M അബ്ദുറഹ്മാൻ എന്ന നമ്മുടെ മന്ത്രി, അദ്ദേഹം ഇടതുപക്ഷ CPM-നോട് ചേർന്ന് പ്രവർത്തിച്ചു. ഇപ്പോൾ അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. താങ്കൾ ഇങ്ങനെ ഈ പ്രസ്ഥാനമായിട്ട് സഹകരിക്കുന്നു. നാളെ CPM താങ്കൾക്ക് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞാൽ അംഗത്വം താങ്കൾ സ്വീകരിക്കുമോ? ഞാൻ എൻ്റെ ഒരു നിലപാട് പറഞ്ഞു, കൃത്യമായ നിലപാടെന്ന് വെച്ചാൽ പിന്നെ അഖിലേന്ത്യാ തലത്തിൽ എൻ്റെ ഉറച്ച വിശ്വാസവും എൻ്റെ ഉറച്ച ആഗ്രഹമാണ് അഖിലേന്ത്യാ തലത്തിൽ നമ്മളെ പിന്നെ കോൺഗ്രസും അതേപോലെ തന്നെ ഇടതുപക്ഷങ്ങളും ഒന്നിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും.
അത് താങ്കൾ സമ്മതിക്കുന്നു. പക്ഷെ താങ്കൾ ഒരു CPM മെമ്പർഷിപ്പ് എടുക്കാനുള്ള സാധ്യത ഇല്ല എടുക്കില്ല. എടുത്തില്ല. എടുക്കുമോ? അവർ തരാൻ തയ്യാറായി ചേരുമോ? അങ്ങനെ ഒരു ചോദ്യമില്ല. പക്ഷെ എടുക്കില്ല. അവർ തരാൻ തയ്യാറായാലും CPM അംഗത്വം എടുക്കൂല. CPM അംഗത്വം എന്തായാലും ഇല്ല. പക്ഷെ ഇടതുപക്ഷ സഹയാത്രികനാകും. ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനാണ്. സഹയാത്രികൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ കാര്യങ്ങളിൽ സാംസ്കാരിക മേഖലകളിൽ നിങ്ങൾ ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സാംസ്കാരിക മേഖലകളിൽ പിന്നെ ഈ കേരളത്തിലുണ്ടായ നിങ്ങൾ ഇടതുപക്ഷത്തെ പറ്റി പറയുമ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ പുരോഗമന സാഹിത്യ സമിതി എവിടുന്നാണ് വരുന്നത്? ജീവൻ സാഹിത്യ വേദിയിൽ നിന്നാണ് വരുന്നത്. ജീവൻ സാഹിത്യ വേദി കേട്ടെ, ജീവൻ സാഹിത്യ വേദി എന്ന് പറയുന്ന വേദിയിൽ നിന്നാണ് വരുന്നത്. അതിലാരൊക്കെ ഉണ്ടായിരുന്നു? MP പോൾ ഉണ്ടായിരുന്നു, ബഷീർ ഉണ്ടായിരുന്നു, തകഴി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. മനസ്സിലല്ലേ? പിന്നീട് കുറച്ചൊരു അകൽച്ച വന്നു. ആ അകൽച്ച വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദേശാഭിമാനിൻ്റെ ഒരു മുമ്പത്തെ പത്രാധിപരുണ്ടായിരുന്നു, KK കുറുപ്പ് കേട്ടാ. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് വീണ്ടും എല്ലാവരും സഹകരിക്കാൻ തുടങ്ങി. ശരിയാണ്. ഇപ്പൊ താങ്കൾ പറയുന്ന സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരു വേദിയായി ഞാൻ ഒരു കാര്യം കൂടി ചെയ്യണം. ഇപ്പം T. പത്മനാഭൻ, പപ്പേട്ടൻ പറയുന്നത് എന്തെല്ലാം? പപ്പേട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരോടൊപ്പം ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം ഉണ്ട്, എല്ലാവരോടൊപ്പം. അധിക സമയത്ത് ആരും കൂടെ ഇപ്പൊ ഇടതുപക്ഷത്തോടൊപ്പമാണ് അല്ലേ? പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ തിരുവനന്തപുരത്ത് പിന്നെ കോൺഗ്രസിന്റെ വേദിയിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകളാണ് എനിക്ക് പറയാനുള്ളത്. പപ്പേട്ടന്റെ വഴിയാണ് താങ്കൾ തിരഞ്ഞെടുക്കുന്നത്? പപ്പേട്ടൻ മാത്രമല്ല തായാട്ട് ശങ്കരനുണ്ട്, സുകുമാർ അരിക്കുണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞില്ല, അവരുടെ അടുത്തൊന്നും ഞാൻ എത്തൂല. പക്ഷെ ആ വഴി ഞാൻ തുടരും. എന്നെ ഒരു കോൺഗ്രസ്സുകാരനായി നിങ്ങൾ മുദ്ര കുത്തണ്ട. കോൺഗ്രസ്സുകാരനായിന്നല്ല, കോൺഗ്രസ്സുകാരനായി മുദ്ര കുത്തണ്ടല്ല. പപ്പേട്ടനും എന്താ പറഞ്ഞത് കേട്ടാ, ഞാൻ അന്നത്തെ കോൺഗ്രസ്സുകാരനാണ്. ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ ഞാനില്ല. ഇന്നത്തെ നേതാക്കളോടുള്ള ഒരു നിലപാട് എന്താ താങ്കളുടെ? നിലപാടെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധി കുറെ കൂടി ബെറ്ററാണ്. കേരളത്തിലെ നേതാക്കളോ? കേരളത്തിലെ നേതാക്കന്മാരെ പറ്റി ഞാൻ പൊതുവായ അഭിപ്രായം പറഞ്ഞില്ല. അവർ തമ്മിൽ എങ്ങനെയാണ്? ഈ ചോദ്യമാണ് അതിന് തിരിച്ചു ചോദിക്കാനുള്ളത്. പിണറായി വിജയനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പിണറായി വിജയൻ രണ്ടാം ടൈമും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഭിപ്രായം എന്നുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഈ നിശ്ചയദാർഢ്യം കേട്ടാ. ശരിക്കും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യമാണോ താങ്കളെ CPM-ലേക്ക് അടുപ്പിച്ചിട്ടില്ലല്ലോ. അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറഞ്ഞാൽ അത് പറയുന്നതിന് കാരണം കേട്ടോ, അദ്ദേഹത്തിൻ്റെ നിലപാടല്ല. എനിക്ക് പിന്നെ കുറെ കൂടി പറഞ്ഞാൽ അവരുടെ കേട്ടാ പിന്നെ ഈ മതേതരത്വത്തോടും അതേപോലെ തന്നെ ഇതിനോടുള്ള നിലപാട്. അപ്പോൾ കോൺഗ്രസിന് അത്രയും മതേതരത്വം പോരാമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മതേതരത്വത്തിൽ കോൺഗ്രസ് പിന്നോട്ട് പോയി എന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ പോയിട്ടുണ്ട്. കേരളത്തിൽ ധൈര്യപൂർവ്വം തുറന്നു പറയണം കേട്ടാ. പലപ്പോഴും തുറന്നു പറയാൻ മടിക്കുന്നു. കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം മതേതര നിലപാടിൽ നിന്നും പിന്നോട്ട് പോയതാണ് താങ്കളെ ഇടതുപക്ഷ മതേതര സംവിധാനങ്ങളിലേക്ക് അടുപ്പിച്ചത്. അല്ല, അങ്ങനെയും പറയേണ്ടത് ഇതാണ്. കാരണം അവർക്ക് തന്നെ കോൺഗ്രസിനോട് അകന്നതിന്റെ യഥാർത്ഥ കാരണം ഞാൻ പറഞ്ഞുതരാം. അവർ ഈ നേതാക്കന്മാർ, നമ്മളിപ്പോൾ ഇവിടെ പറയപ്പെടുന്ന നേതാക്കന്മാർ, അവർ പരസ്പരം എങ്ങനെയാണ്? അതിപ്പോ CPM-ലും പല നേതാക്കളും തമ്മിൽ നല്ല ചർച്ചയിലല്ലോ. CPM-ലും പല നേതാക്കളും തമ്മിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചർച്ചയിലല്ലോ. ആയിരിക്കില്ല. തുറന്നു പറയുന്നില്ല. ശരിക്കും ഒരു ഗാന്ധിയൻ ആശയങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന താങ്കൾ തുറന്നു പറച്ചിലല്ലേ എപ്പോഴും ജനാധിപത്യത്തിന് നല്ലത്? ജനാധിപത്യത്തിന് എപ്പോഴും നല്ലതല്ലേ? തുറന്നു പറയണ്ടേ നമ്മൾ കാര്യങ്ങൾ? തുറന്നു പറയണം. പക്ഷെ തുറന്നു പറയണമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് തുറന്നു പറയണമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നിലപാടുകളെക്കുറിച്ചാണ്. നിലപാടുകളെക്കുറിച്ച് നമ്മളെപ്പോഴും തുറന്നു പറയണം. അല്ലേ? അങ്ങനെ വരുമ്പം ആ നിലപാടിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു ശരീരത്ത് നിയമം, മറ്റു നിയമങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് വരുന്ന സമയത്ത് കേട്ടാ ഏതെങ്കിലും ഒരു മൃദു ഹിന്ദുത്വം, ഒരു മൃദു ഇസ്ലാമിത്വം ഇല്ല കേട്ടാ. നിലപാടില്ല, കൃത്യമായി പറയണം.
ഈ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. നല്ല പ്രഭാഷകനും നല്ല വാഗ്മിയും നല്ല എഴുത്തുകാരനും ആയതുകൊണ്ട് താങ്കൾ പിടിതരാതെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിലപാടുകൾ പിടിതരുന്നില്ല. എന്റെ കറക്റ്റ് ചോദ്യം ഉണ്ടായിരുന്നു, താങ്കൾ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണോ? ഞാൻ പഴയ കോൺഗ്രസ്സുകാരനാണ്. താങ്കൾ CPM-കാരനാണോ? അല്ല, താങ്കൾ ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇടതുപക്ഷ സഹയാത്രികൻ ഒടുവിൽ CPM-ൽ എത്തിച്ചേരും. അതാണ് കേരളം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് താങ്കൾ CPM-ലേക്ക് അല്ല, എത്താനാണ് കേരളം കണ്ടിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പം KT ജലീൽ സഹയാത്രികനായിട്ട് പോയി, അവരുടെ MLA ആയി, അവരുടെ മന്ത്രിയായി. അപ്പം അങ്ങനെ ഇടതുപക്ഷ സഹയാത്രികനായി നിന്ന് ഒടുവിൽ CPM-നോട് ചേർന്ന് പോകുന്ന പ്രൊഫസർ B. മുഹമ്മദ് ഇടതുപക്ഷ സഹായത്തിന് അതും വിശദീകരിച്ചത് എങ്ങനെയാണ് ഇടതുപക്ഷ സഹായത്തെയാണ് ഈ പുരോഗമന സാഹിത്യ സമിതിയുമായി ചേർന്ന് പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ മതേതര ജനാധിപത്യ കൂട്ടായ്മകളിൽ സജീവമായിട്ടുണ്ടാവും. ശരി, ഓക്കെ. നമുക്ക് നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഇവിടെ കൂടെ ആരൊക്കെയുള്ളത്? ഭാര്യയും മക്കളും. ഭാര്യയുടെ പേരെന്താണ്? ഭാര്യ മുബാറക്ക. മക്കള് 3 പേരാണുള്ളത്. ഷംഷീർ, ഷബീർ, സഫീർ. 3 ആൺകുട്ടികളാണ്. അവരെവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത്? അവരിപ്പം ഗൾഫിലാണ്. 3 പേരും എവിടെയാണ്? അവിടെ ദുബായിലാണോ? ഒരാൾ ഖത്തർ, പിന്നെ കുവൈറ്റിൽ, ബാക്കി 2 പേരും ഖത്തറിൽ. അപ്പോൾ 3 പേരും സെറ്റിൽഡ് ആണ്. അപ്പോൾ താങ്കളുടെ എന്തായാലും വലിയ സന്തോഷമാണ്. ലക്ഷക്കണക്കിന് എനിക്കൊന്നും പറയാനുണ്ട്, ഒന്നും കൂടി പറയാനുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പം ഏതാണ്ട് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ഘട്ടത്തിലാണ്. ഉറപ്പാണല്ലോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആയുർദൈർഘ്യം 120-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് 75 വയസ്സായി. 100. അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ശരിയല്ല. അത് നിങ്ങളൊരു 50 വർഷം 25 വർഷം മുമ്പാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്. ഇന്ന് എല്ലാവരും 100, 105, 117. നിങ്ങൾ ടീപ്പപ്പേട്ടിൻ്റെ വഴി എന്ന് പറയുമ്പോൾ ടീപ്പപ്പേട്ടിന് ഇപ്പം 100 വയസ്സിലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് സായൻ എന്ന് പറയണ്ട, എന്നാലും താങ്കൾക്ക് പറയാനുള്ളത് പറയാം. എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ എല്ലാവരുമായിട്ട് കേട്ടോ പൂർണ്ണമായ കേട്ടോ സ്നേഹത്തോടെ, എന്നെ കുറ്റപ്പെടുത്തുന്നവരായിരുന്നില്ല, ആരായിരുന്നു നിൽക്കണം, എൻ്റെ പൂർണ്ണമായ സ്നേഹത്തോടും അതേപോലെ തന്നെ പിന്നെ സമഭാവനയോടും കൂടി പ്രവർത്തിക്കും, മുന്നോട്ട് പോകും. അതാണ് മാഷുക്ക് പറയാനുള്ളത്. നമ്മുടെ സമയം തീരുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ശിഷ്യസമ്പത്തുള്ള പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് എന്ന മാമുമാഷ്, പഴയങ്ങാടിക്കാരുടെ മാമുമാഷോടൊപ്പമാണ് നമ്മൾ ഇത്രയും നേരം ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി, ഗാന്ധിയൻ ആദർശങ്ങളെക്കുറിച്ച്, സുക്കോളച്ചനുമായിട്ടുള്ള ബന്ധം, ആനന്ദ തീർത്ഥയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, അങ്ങനെ സമസ്ത മേഖല ഇന്നത്തെ കാലഘട്ടത്തിൽ മാമുമാഷ് നമുക്കൊരു മാതൃകയാണ്. കാരണം ഇനി ഇത്തരം ആളുകൾ എത്ര നമ്മുടെ നാട്ടിലുണ്ടാകുമെന്ന് കണ്ടറിയേണ്ടി വരുന്നു. കാരണം മറ്റൊന്നുമല്ല, അത്രയേറെ മനുഷ്യർ മതപരമായും രാഷ്ട്രീയപരമായൊക്കെ അകന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് മാതൃകയായി കൊണ്ടുപോകാവുന്ന, പുതിയ തലമുറക്ക് മാതൃകയാക്കാവുന്ന ഒരാളാണ് നമ്മുടെ പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്ത് അദ്ദേഹം പറഞ്ഞു, കടന്നുപോയ ഹരിജന അവരുടെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ പറഞ്ഞു, ഗാന്ധിയൻ മാർഗത്തിൽ മദ്യവിരുദ്ധ പോരാട്ടങ്ങൾ പറഞ്ഞു, വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതിൽ വഹിച്ച പങ്ക് പറഞ്ഞു, ലക്ഷക്കണക്കിന് കുട്ടികളെ 1/2 നൂറ്റാണ്ടിലേറെ കാലം അധ്യാപകനായിരുന്ന കരുത്തിൻ്റെ പ്രതീകമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ സമൂഹത്തിന് സമ്മാനിച്ച് സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലും തങ്ങളുടെ ശിഷ്യന്മാർ ഇന്ന് വലിയ നിലയിൽ പ്രവർത്തിക്കുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഉന്തുവണ്ടി വലിക്കുന്ന എൻ്റെ ശിഷ്യനെയും ഞാൻ കണ്ടു, അവനും സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്, അവനും നമ്മുടെ സമൂഹത്തിൽ വേണം എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കിടെ അധ്യാപകർ വലിയ നിലയിലെത്തിയ കുട്ടികളാണ് എപ്പോഴും ഓർക്കുക. എൻ്റെ മകൻ IAS-കാരനാണ്, എൻ്റെ ശിഷ്യൻ IAS-കാരനാണ്, IPS-കാരനാണ്, മന്ത്രിയാണ്, MLA ആണെന്ന് പറയുന്നതിന് പകരം ഒപ്പം പറഞ്ഞത് ഉന്തുവണ്ടി വലിക്കുന്ന എൻ്റെ തൻ്റെ ശിഷ്യനെയും ഞാൻ ഓർത്തു എന്ന് പറഞ്ഞ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് എന്ന മാമുമാഷോടൊപ്പമാണ് നമ്മൾ ഇത്രയും നേരം ചെലവഴിച്ചത്. ഈ മണിക്കൂറുകൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഏറെ വിലപ്പെട്ട അറിവുകൾ തന്നെയാണ്. നിങ്ങൾ കൃത്യമായി കാണുക. മുഹമ്മദ് അഹമ്മദ് മാഷെ നമുക്ക് കൊണ്ടു നടക്കാവുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയാക്കാവുന്ന ഒരു ഗാന്ധിയനാണ്, മനുഷ്യ സ്നേഹിയാണ്. ഇത്രയും സമയം, വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദിനോട് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.